ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പാർട്ടി വെയർ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. ഓവർകോട്ടിനായി നെറ്റ് ക്ലോത്ത് 1.5 മീറ്ററും അതിൻ്റെ ഇന്നറായിട്ട് ഗൗണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മീറ്ററാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ആദ്യം നമുക്ക് ഗൗൺ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഇതുപോലെ 21 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ രണ്ട് ഫ്രണ്ടും ബാക്കും ഉള്ളത് ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 22 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനെ ഇപ്പോൾ 2 പീസല്ലേ, 21 ഇഞ്ചുള്ള 2 പീസ്. അപ്പോൾ ഇതിനെ ഒന്ന് നേരെ പകുതിയാക്കി മടക്കിയിടാം. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലുള്ള മെറ്റീരിയലാണ് ഇത്. നമുക്കിനി ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ മൊത്തം ഫ്രണ്ടിലോട്ട് ഒരു ഷോൾഡർ മുതൽ ഒരു ഷോൾഡർ വരെ 9.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിന് നേരെ പകുതി എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ മാത്രമായിട്ട് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്നതായിരിക്കും നെക്കിൻ്റെ വിഡ്ത്ത്. നമുക്ക് ആമോള് 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഒന്ന് ചരിച്ചൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. നെക്ക് ലെങ്ത്ത് 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ടിലുള്ള നെക്ക് ലെങ്ത്താണ് 3.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. അതുപോലെ ബാക്കിൽ 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് ബാക്കിലൊന്ന് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കാം. ആമോളൊന്ന് കേവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് എടുക്കണം. ചെസ്റ്റ് വിഡ്ത്ത് 7.5 ഇഞ്ചാണ്. അതുകൂടി മാർക്ക് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് താഴോട്ടേക്കോളം ഒന്ന് വരച്ച് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് എത്ര ഇഞ്ചാണെന്ന് പറയാം കേട്ടോ. നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക് 9 ഇഞ്ച്, ആ ഒരു 9 ഇഞ്ച് എന്നാണ് ഷേപ്പ് ചെയ്യേണ്ടത്. ഈ ഒരു താഴത്തേക്കുള്ള ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ചൊന്ന് കയറ്റി വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ആദ്യം നമുക്ക് ബാക്ക് നെക്കിന് കട്ട് ചെയ്ത് തുടങ്ങാം. ഷോൾഡറും കൂടി ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് ബാക്കി മൊത്തം ഒന്ന് വരച്ചതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് ഫ്രണ്ട് നെക്ക് ഏതാണ് മോഡൽ ആ ഒരു മോഡലൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം.
ഇനി കട്ട് ചെയ്യുന്നത് നമുക്ക് ഗൗണിന് മുട്ടിൻ്റെ അവിടെ നിന്നായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള തുണിയാണ്. അപ്പോൾ ഇത് ലെങ്ത്ത് 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. വിഡ്ത്ത് എനിക്കിപ്പോൾ ഇതിലേക്ക് 47 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. വിഡ്ത്ത് ഒരു 50-60 ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല, നല്ല പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഈ 47 ഇഞ്ച് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് 47 ഇഞ്ച്. അപ്പോൾ ഞാനിവിടെ 2 ഭാഗത്തേക്കുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രിൽസായോ പ്ലീറ്റ്സായോ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്തിൽ എടുക്കുന്നുണ്ട്. ഒരു ലൈനിങ് പോലെ നിന്നോളല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. ഇതുപോലെ സീം അലവൻസും വിട്ടിട്ട് ഞാൻ മാർക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. അരയിഞ്ച് വിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടേണ്ടതാണ്. 2 ഭാഗത്തേക്കുള്ളും കൂടി ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്തത്. അതുപോലെ ബാക്കിലേക്ക് നമുക്ക് ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഓപ്പണും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭാഗം വെച്ച് അതുപോലെ ഈ ഒരു പീസിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം, തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെതും ഞാനിപ്പോൾ 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ഒരു പീസിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ചിലൊന്ന് തട്ടാതെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് കട്ട് കൊടുക്കാം. ബാക്കും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് ഒന്ന് നെക്കൊക്കെ ഒന്ന് നീറ്റാക്കി ഒന്ന് ഈ ഒരു സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നീറ്റാക്കി എടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഈ ഒരു പീസിൻ്റെ അടിഭാഗം ഇങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്തും കൂടി തയ്ച്ചെടുക്കണം. ഇനി ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ 2 ഷോൾഡർ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ ഒരു നമ്മൾ പീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്ച്ചൊരു സ്റ്റിച്ചിൻ്റെ ഒരു മാർക്കില്ലേ 2 സൈഡിലുള്ള ആ ഒരു മാർക്ക് ഒരുപോലെ ഇതുപോലെ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ആ അറ്റത്തുനിന്ന് ഈ അറ്റത്തോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ 2 സൈഡും. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡിൻ്റെ മാത്രം പീസ് ഇട്ട് കൊടുത്തില്ലേ, ആ ഒരു സൈഡ് മാത്രം ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതുപോലെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇത് നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് സ്റ്റിച്ചൊന്നും പുറത്ത് കാണാതെ ഫ്രണ്ടിലായാലും ബാക്കിലായാലും നല്ല നീറ്റായി തന്നെ കിടക്കും. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അരികത്ത് കൂടി മൊത്തം ഈ ഒരു ബാക്കിൽ കട്ട് ചെയ്തതും അവിടെ തൊട്ട് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആമോളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു ചെറിയൊരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഒരു പീസ് ഇതിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ഭാഗത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സെൻട്രലായിട്ടൊരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ടോപ്പ് പോർഷനിൽ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് സെൻറ്ററിലായിട്ട് വെച്ച് നല്ല ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ഈ ഒരു
മെറ്റീരിയലിലെ നല്ല ഭാഗവും ടോപ്പിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ചാണ് ഉള്ളിലോട്ടായി വരുന്ന രീതിയിൽ വെക്കേണ്ടത്. ഇപ്പോൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തത് ഇതുപോലൊന്ന് ടോപ്പ് പോർഷനിലോട്ടാക്കി മുകളിലോട്ടാക്കി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി രണ്ട് സൈഡും കൂടി 1 ഇഞ്ച് വീതിയിൽ താഴോളം കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം, രണ്ട് സൈഡും. അത് കഴിഞ്ഞിട്ട് താഴ്ഭാഗവും കൂടി 1/2 ഇഞ്ച് വീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ സൈഡും താഴ്ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്നർ ഗൗണിൻ്റെ മൊത്തം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലീവ് വെക്കുന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയും ഒരു ഡ്രസ്സായി ബെൽറ്റൊക്കെ ഇട്ട് യൂസ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ഇങ്ങനെ സിമ്പിളായിട്ടൊരു ഗൗൺ പോലെ. അപ്പോൾ ഇനി ഇതിന് നമുക്കൊരു ഓവർകോട്ടാണ് ചെയ്യേണ്ടത്. നെറ്റിലാണ് ഞാൻ ഓവർകോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് കാണാം. ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് ഞാനിപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 മീറ്ററാണ്. അതിപ്പോൾ ഇത് നേരെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്തു നിന്നാണ്, നമുക്ക് ബാക്കാണ് ആദ്യം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ തയ്ച്ചെടുത്ത ഗൗണ് തന്നെ വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള ഭാഗത്തോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ക്ലോസ് ആയിട്ടുള്ള ഭാഗത്തോട്ട് നെക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നെക്കൊന്നും കട്ട് ചെയ്തെടുക്കണ്ട, നേരെ തന്നെ സ്ട്രൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നോക്കാം. അപ്പോൾ സീം അലവൻസിന് വിട്ടിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തോട്ടും 1/2 ഇഞ്ച് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് താഴോട്ടൊക്കെ വരുമ്പോൾ മാത്രം കുറച്ചൊന്ന് വീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഞാനിപ്പോൾ ഇതാ ചെയ്യുന്നത് പോലെ. ഈ ഒരു ബാക്ക് പീസ് കട്ട് ചെയ്തത് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്പണായിട്ട് വരുന്ന ഭാഗത്താണ് ഫ്രണ്ട് പീസ് ഇതുപോലെ ബാക്ക് പീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നെക്ക്, ഷോൾഡറും നെക്കൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയത്. ഇതിപ്പോൾ നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് 1.5 മീറ്ററിൽ നമുക്ക് ഈ ഒരു ഓവർകോട്ട് തയ്ച്ചെടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഒരു 2-2.5 മീറ്ററോ വേണ്ടി വരും. ഫ്രണ്ട് പീസ് ഓപ്പൺ ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബാക്ക് പീസ് ക്ലോസ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തത്. അതിനുശേഷം ഫ്രണ്ട് പീസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഈ രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഇതുപോലെ രണ്ട് സൈഡും മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരെ ഒന്ന് 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് പീസിന്.
അത് കഴിഞ്ഞിട്ട് 2 ഷോൾഡറും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു ആമോള് കട്ട് ചെയ്ത ഭാഗത്തു നിന്നാണ് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ തുടങ്ങേണ്ടത്. അതായത് നെക്കിന് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഇതാ അരയിഞ്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഷോൾഡറും ഇതാ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് സ്ലീവ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലൊരു തുണി എടുക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 17 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത്തിലേക്കായിട്ട്. വിഡ്ത്ത് 6 ഇഞ്ച്. അതുപോലെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ നിന്നും മുകളിലോട്ടേക്കായി ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. അതുപോലെ താഴെ വീതി 4 ഇഞ്ചാണ് എടുക്കുന്നത്. അതും കൂടി ഒന്ന് വരച്ച് ഇതുപോലൊന്ന് ചരിച്ചൊന്ന് വരച്ച് സ്ലീവ് വരച്ചെടുക്കാം. രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോട്ടിലോട്ട് ഈ ഒരു സ്ലീവിനെ ഫിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ടാണ് സ്ലീവ് ഫിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സ്ലീവ് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിലോട്ട് ഈ ഒരു താഴ്ഭാഗത്തോട്ടായിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം 2 സ്ലീവിനും. അതുപോലെ ഫ്രണ്ടിൽ ഓപ്പണായിട്ട് വരുന്ന ഭാഗത്തും കൂടി ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 സ്ലീവിലും അതുപോലെ ഫ്രണ്ട് ഭാഗത്തും കൂടി പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മൊത്തം സ്റ്റോൺ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ടത് അത്ര നീറ്റായിട്ടില്ല സ്റ്റിച്ചിങ്. ഈ ഒരു സ്റ്റോൺ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റോൺ അടർത്തിയെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കിലും കൂടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ 1.5 മീറ്റർ മെറ്റീരിയൽ എടുത്തതിൽ കംപ്ലീറ്റ് മെറ്റീരിയൽ ഞാനിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് നമ്മൾ പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും 1/2 ഇഞ്ച് മാത്രം വീതിയിൽ, 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണ്ട. നെറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെ ഉള്ളിൽ കൂടുതൽ മെറ്റീരിയൽ വെക്കുമ്പോൾ ഒരു പുറത്തേക്ക് കാണുമ്പോൾ ഒരു ഭംഗികേടായിരിക്കും. അതുകൊണ്ട് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മാത്രം വീതിയിൽ 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ താഴെയും 1/2 ഇഞ്ച് വീതിയിൽ ഫോൾഡ് ചെയ്ത് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് സ്റ്റോണ് അടർത്തി എടുത്തിട്ട് ഇതുപോലെ നെക്കിലോട്ട് ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു പാർട്ടി വെയർ ഡ്രസ്സാണ്. ഇതിപ്പോൾ 5 വയസ്സുള്ള കുട്ടിക്കുള്ളതാണ്, 5 വയസ്സിലുള്ള അളവിലുള്ളതാണ്. അപ്പോൾ ഞാനത് സ്റ്റാർട്ടിങ്ങിൽ പറയാൻ മറന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.